ലീഗിനെ ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ മെസ്സിയെ പൂട്ടിയതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. നോക്കൂ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് നിശ്ചലാവസ്ഥയിലാണ്, പരിപൂർണമായ സ്തംഭനത്തിലാണ്. അത് ജനങ്ങളെ ബാധിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണത് ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചതിലൂടെയാണ് അത് ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. അംഗനവാടി പോഷകാഹാര വിതരണം, അംഗൻവാടികളിലെ പോഷകാഹാര വിതരണം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. ബഡ് സ്കൂളുകൾക്ക് ഈ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് ബഡ് സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും വേതനം, കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ പൈസ, ഭക്ഷണത്തിൻ്റെ പൈസ ഒന്നും കൊടുക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. ഹോസ്പിറ്റലുകളിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ് എന്നിവരെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. LDF സർക്കാരിൻ്റെ കാലത്താണ് ഉച്ചയ്ക്ക് 1 മണി വരെ ഡോക്ടറെ അനുവദിച്ചിരുന്നതിന് പകരം ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ഈവനിങ് OP തുടങ്ങാൻ തീരുമാനിച്ചത് LDF സർക്കാരാണ്. അതിനുവേണ്ടി ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും അധികമായി വെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തത് LDF സർക്കാരാണ്. ഇപ്പോൾ ഈവനിങ് OP മുടങ്ങിയിരിക്കുകയാണ്. എല്ലായിടത്തും ഈവനിങ് OP മുടങ്ങിയിരിക്കുക. കാരണം ശമ്പളം കൊടുക്കാനില്ല. ശമ്പളം കൊടുക്കാനില്ലാതെ വന്നതോടുകൂടി ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളൊക്കെ ജോലി ഉപേക്ഷിച്ച് പോയി. മാസം 4.5 കഴിഞ്ഞല്ലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈഫിൻ്റെ തുടർഗഡുക്കൾ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. 1,07,000-ഓളം ആളുകൾ വീട് പൊളിച്ചിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ലൈഫിൻ്റെ തുടർഗഡു കൊടുക്കണമെങ്കിൽ ഓരോ തദ്ദേശ സ്ഥാപനവും 20% വീതം അവരുടെ വികസന ഫണ്ടിൻ്റെ, സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ടിൻ്റെ 20% ലൈഫിന് നീക്കിവെക്കേണ്ടതാണ്. എങ്ങനെ നീക്കിവെക്കും? ഫണ്ട് കൊടുക്കാതിരുന്നാൽ എങ്ങനെ നീക്കിവെക്കാൻ കഴിയും? അപ്പോൾ വീട് പൊളിച്ചിട്ടുള്ളവർ ഈ ഗഡു കിട്ടാതെ വലയുകയാണ്. ആകെ അല്പമെങ്കിലും ആശ്വാസം സംസ്ഥാന സർക്കാർ, LDFൻ്റെ കാലത്ത് സംസ്ഥാന സർക്കാർ വായ്പ എടുത്ത് കൊടുക്കുന്ന തുകയുണ്ട്. ഞങ്ങൾ അധികാരമൊഴിയുന്നതിന് മുമ്പ് തന്നെ ഹഡ്കോയിൽ നിന്ന് 1500 കോടി രൂപ വായ്പയെടുത്ത് ലഭ്യമാക്കിയിരുന്നു. അതുകൊണ്ട് ആ വായ്പാ ഗഡു ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. വായ്പാ ഗഡു കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 1500 കോടി സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി വായ്പയെടുത്ത് KURDFC എന്ന തദ്ദേശ വകുപ്പിൻ്റെ ധനകാര്യ സ്ഥാപനം മുഖേന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കി. അതുകൊണ്ട് ആ വായ്പാ ഗഡു മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഗഡു കൊടുക്കാൻ പറ്റുന്നില്ല. അത് കൊടുക്കണമെങ്കിലോ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊടുക്കണം, വികസന ഫണ്ടിൻ്റെ ആദ്യ ഗഡു കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ സാർവത്രികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് UDF ഗവൺമെൻറ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ജയിച്ചത് ഇവരാണല്ലോ. ഞാൻ സംസാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന UDFൻ്റെ കൂടി തദ്ദേശ ഭരണ സമിതികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവർക്കാർക്കും ആക്ഷേപമില്ലേ? ഇപ്പം ആരും പ്രമേയം പാസ്സാക്കി അയക്കുന്നില്ലല്ലോ. ആരും പ്രമേയം പാസ്സാക്കിയിട്ട് അയക്കുന്നില്ലല്ലോ സംസ്ഥാന ഗവൺമെൻറ്റിന്. ലീഗിൻ്റെ മന്ത്രിയല്ലേ തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രി. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇത് വല്ലതും അവരെ ബാധിക്കുന്നുണ്ടോ? ലീഗ് നട്ടല് VD സതീശിനെ പണയപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു മന്ത്രിക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? 4.5 മാസമായിട്ട് ഒരു നടപടിയും ഒരു ഗവൺമെൻറ് സ്വീകരിക്കാതിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സപ്ലിമെൻ്ററി റിപ്പോർട്ട് കൊടുത്തിട്ട് അതൊന്ന് അസംബ്ലിയിൽ വെക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സർക്കാരാണത്? എന്തൊരു സർക്കാരാണ്? സോഫ്റ്റ്വെയറിൽ വേണ്ട ക്രമീകരണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അതിന് വാലിഡേഷൻ നടത്തിയിട്ടില്ല. എന്താണ് ഇവരുടെ മുൻഗണന? മുൻഗണന എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ബക്കാഡിയുടെ ഫയൽ 3 ദിവസം കൊണ്ട് പൊങ്ങിയല്ലോ. 3 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി അംഗീകാരം കൊടുത്തു, ബജറ്റിൽ വെച്ച് പ്രഖ്യാപിച്ചല്ലോ മദ്യ കമ്പനിക്ക് നികുതി ഇളവ് കൊടുക്കാനുള്ളത്. അപ്പോൾ മുൻഗണന അതാണ്. പ്ലീഡർ നിയമനം, RSSകാരെ മുഴുവൻ പ്ലീഡർമാരായിട്ട് നിയമിക്കാൻ ചടുലമായിട്ട് ഫയൽ നീങ്ങിയല്ലോ. അപ്പോൾ അതൊക്കെയാണ് മുൻഗണന. കേരളത്തിൽ അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണം മുടക്കിയ
ആശുപത്രികളിലെ ഡോക്ടർ ഫാർമസിസ്റ്റുകൾക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാതെ ഈവനിംഗ് ഒപ്പികൾ മുടക്കിയ, ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് UDF ഗവൺമെൻറ്. പ്രധാനമായിട്ട് മുഖ്യ ഉത്തരവാദിത്വം ധനകാര്യമന്ത്രിക്കും, രണ്ടാമത്തെ ഉത്തരവാദിത്വം തദ്ദേശ വകുപ്പ് മന്ത്രിക്കാണ്. തദ്ദേശ വകുപ്പ് മന്ത്രി, അതിന് നേതൃത്വം കൊടുക്കുന്ന ലീഗ്, അവർ വാ തുറന്ന് ആവശ്യപ്പെടണ്ടേ? മാസം 4.5 കഴിഞ്ഞിരിക്കുന്നു, എന്താണ് ഈ ഫണ്ട് അനുവദിക്കാത്തത് എന്ന് വാ തുറന്നൊന്ന് ആവശ്യപ്പെടണ്ടേ? അതിന് പോലും നട്ടലില്ലാതായോ? ലീഗിനെ ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ മെസ്സിയെ പൂട്ടിയതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. സ്വന്തം വകുപ്പിൻ്റെ കാര്യത്തിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അവഗണന മുഖ്യമന്ത്രി കാണിച്ചിട്ട് ഒരക്ഷരം മിണ്ടാനോ ഈ ഫണ്ടൊന്ന് വാങ്ങിക്കൊടുക്കാനോ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഈ ഫണ്ട് വാങ്ങിക്കൊടുക്കേണ്ടത് തദ്ദേശ വകുപ്പല്ലേ? അതിനാവശ്യമായ ഇടപെടൽ നടത്തണ്ടേ, സമ്മർദ്ദം ചെലുത്തണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല, ഇനിയിപ്പോൾ തദ്ദേശ മന്ത്രി, വൈദ്യുത മന്ത്രി പറഞ്ഞതുപോലെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതുപോലെ ഫണ്ട് കിട്ടാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. VD സതീശൻ്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയോ യാചിക്കുകയോ ചെയ്യാനെങ്കിലും ലീഗിൻ്റെ തദ്ദേശ മന്ത്രി തയ്യാറാവുമോ? അതോ ഇനി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരോടെല്ലാം പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയുമോ? എന്തൊരു അനാസ്ഥയാണിതെന്ന് ആലോചിച്ച് നോക്കൂ. സാമ്പത്തിക വർഷത്തിൻ്റെ പകുതിയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കാൻ തീരുമാനിച്ചതും. അതും അധികാര വികേന്ദ്രീകരണത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല. ഫണ്ടിൻ്റെ പ്രശ്നം അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ നിശ്ചലമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രാദേശികമായ വികസനത്തെ, ക്ഷേമ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് അട്ടിമറിച്ചിരിക്കുകയാണ്.